ഹായ് എവരി വൺ. അക്കാഡമീസിന്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഹൻഷാദ്. നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും എന്നെ അറിയുന്നുണ്ടാവും. അറിയാത്തവർക്കായിട്ട് എൻ്റെ പേര് ഹൻഷാദ് എന്നാണ്. ഞാനൊരു പഴയ സ്റ്റേഷൻ മാസ്റ്റർ ആണ്. ടീച്ചിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ജോലി ആയതുകൊണ്ട് തന്നെ ഞാൻ ആ സ്റ്റേഷൻ മാസ്റ്റർ പോസ്റ്റ് രാജിവെച്ചിട്ട് കറന്റ് സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിന് RRB SSC പോലുള്ള പരീക്ഷകൾക്ക് കോച്ചിങ് കൊടുക്കുന്ന അക്കാഡമീസ് എന്ന പേരുള്ള ഒരു സ്ഥാപനം എന്ത് ചെയ്യാണ്, റൺ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പഴയ സ്റ്റേഷൻ മാസ്റ്റർ ആയതുകൊണ്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള RRB SSC പരീക്ഷകളായതുകൊണ്ടും RRB NTPCയുടെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന സംശയങ്ങളിൽ ഒന്നാണ് ഈ RRB NTPC ഏത് സോണിലാണ് ഞാൻ അപ്ലൈ ചെയ്യേണ്ടത്, എവിടെയാണ് ഞാനിത് കൊടുക്കേണ്ടത് എന്നുള്ള ചോദ്യം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്. ദിവസം എനിക്ക് ഒരു 10-50 മെസ്സേജ് ഒന്നും പോരാ, അതുപോലെ തന്നെ കോളുകളും എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അപ്പൊ ആ ചോദ്യത്തിന് എനിക്ക് അറിയുന്ന രീതിയിൽ അതിൻ്റെ ഒരു അനാലിസിസ് നടത്താനും അല്ലെങ്കിൽ എവിടെയാണ് കൊടുക്കേണ്ടത് എന്ന് നിങ്ങളെ ഒരു തീരുമാനത്തിൽ എത്തിക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാൻ ഞാൻ കഴിഞ്ഞ വർഷങ്ങളിൽ അനലൈസ് ചെയ്ത ഡാറ്റയെ ബേസ് ചെയ്തിട്ടുള്ള 1-2 കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ വീഡിയോ ചെയ്യുന്നത്. അതാണ് നമ്മുടെ ഈ വീഡിയോയുടെ പ്രൈമറി ഉദ്ദേശം എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ഒന്നാമത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് ഒരു കാര്യം കൂടെ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിൽ പലർക്കുള്ള മറ്റൊരു സംശയമാണ്, ഇപ്പൊ നമ്മൾ ബാംഗ്ലൂരിലോ ചെന്നൈയിലോ അല്ലെങ്കിൽ കൊൽക്കത്തയിലോ ബിലാസ്പൂരിലോ ഇത്തരത്തിലുള്ള വേറെ സോണുകളിൽ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ് നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റുക, ഞാൻ തിരിച്ച് എപ്പോഴാണ് എനിക്ക് കേരളത്തിൽ ഒരു പോസ്റ്റിംഗ് കിട്ടുക, എങ്ങനെയാണ് അതിന്റെ ട്രാൻസ്ഫറിന്റെ പരിപാടികൾ, എനിക്കിത് കയറി ഉടനെ തന്നെ അതിന് അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുമോ തുടങ്ങിയ കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് രണ്ടാമതായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് വളരെ ഒരു കുഞ്ഞു സമയം എനിക്ക് രണ്ടാമത് പറഞ്ഞ കാര്യം സംസാരിക്കാനായിട്ട് ആവശ്യമുള്ളൂ. പക്ഷെ ആദ്യം പറഞ്ഞ കാര്യമാണ് എവിടെയാണ് കൊടുക്കേണ്ടത് എന്നുള്ള, ഇപ്പൊ അപ്ലിക്കേഷൻ നമ്മൾ എവിടെയാണ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ പോകുന്നത്. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുമ്പ് RRB NTPCയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്ന കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അതിന്റെ ഡേറ്റും കാര്യങ്ങളെല്ലാം ഞാനിവിടെ സ്ക്രീൻഷോട്ട് ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ പല വീഡിയോകളിൽ നിന്നും പല PDF നിന്നും പല ഡാറ്റയിൽ നിന്നും ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് സമയം കളയുന്നില്ല. NTPC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറിയാണ്. അത് അറിയാത്തവർക്കായിട്ട് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് RRBയുടെ ഡിഗ്രി ലെവൽ പോസ്റ്റുകളിലേക്കും +2 ലെവൽ പോസ്റ്റുകളിലേക്കും കോമൺ ആയ റിക്രൂട്ട്മെന്റ് നടത്തുന്ന ഒരു പരീക്ഷയാണ് ഏതെന്ന് പറയുന്നത്, NTPC എന്ന് പറയുന്നത്. അതിന്റെ ഫുൾ ഫോം നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി എന്നാണ്. ആ പേര് പറയുന്നത് പോലെ തന്നെ ടെക്നിക്കൽ അല്ലാത്ത നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള എല്ലാ പോസ്റ്റുകളിലേക്കുമുള്ള റിക്രൂട്ട്മെന്റ് ഡിഗ്രി ലെവൽ ആയാലും +2 ആയാലും നടത്തുന്ന ഏതിലൂടെയാണ്, ഈ NTPCയിലൂടെയാണ്. അതിൽ ഇപ്പൊ വിളിച്ചിരിക്കുന്ന ഇതിലേക്കാണ്, ഡിഗ്രി ലെവൽ പോസ്റ്റുകളിലേക്കാണ് ഇപ്പൊ വിളിച്ചിരിക്കുന്നത്. അധികം വൈകാതെ തന്നെ നമ്മൾ എന്തും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, +2 ലെവൽ പോസ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഇപ്പൊ വിളിച്ചിരിക്കുന്നത്, എന്താണ് ഇതിന്റെ കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടത് അല്ലെ. ഞാനിവിടെ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞുതരാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഏതൊക്കെ സോണുകൾ ഉണ്ട്, അതിൽ ഏതിലൊക്കെയാണ് നമുക്ക് ഏറ്റവും നന്നായിട്ട് അപ്ലൈ ചെയ്യാനുള്ള കാര്യമാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, ഞാൻ ആദ്യം പറഞ്ഞുതരാൻ പോകുന്നത്. അതിനായിട്ട് പ്രൈമറിലി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 3 സോണുകളാണ്. നമ്മൾ മലയാളികളായതുകൊണ്ടും ഇന്ത്യയുടെ ഏറ്റവും താഴെ അറ്റത്ത് കിടക്കുന്നത് കൊണ്ടും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സോണുകൾ എന്ന് പറയുന്നത് 3 എണ്ണമാണ്. 1 ട്രിവാൻഡ്രം, 2 ചെന്നൈ, 3 ബാംഗ്ലൂര്. ഈ രീതിയിലാണ് എന്ത് ചെയ്യാൻ പോകുന്നത്. ഇത് 3ആണ് പ്രധാനമായിട്ട് എന്ത് ചെയ്യാൻ പോകുന്നത്, ഞാൻ കമ്പയർ ചെയ്യാനായിട്ട് പോകുന്നത്. പക്ഷെ ഞാൻ എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത്, ഏത് രീതിയിലാണ് ചെയ്യുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു സോണ് വേറെ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കമ്പയർ ചെയ്തിട്ട് അതിൽ അപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ 3 സോണുകളുടെ ഡാറ്റയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കറിയാം, ഈ RRB NTPCയിൽ ലെവൽ 6ഉം ലെവൽ 5ഉം ആണ് വിളിച്ചിരിക്കുന്നത്. ഇനി ലെവൽ 3 ലെവൽ 2 ഒക്കെ ഉണ്ട്. അതൊക്കെ അണ്ടർ ഗ്രാജുവേറ്റ് +2 കാറ്റഗറിയിൽ വരുന്നതാണ്. അതിന്റെ നോട്ടിഫിക്കേഷൻ ആണ് അധികം വൈകാതെ RRB റിലീസ് ചെയ്യും എന്നുള്ളത് എന്ത് ചെയ്തത് തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതിൽ ലെവൽ 6 എന്ന് പറയുമ്പോൾ 2 പോസ്റ്റുകളാണുള്ളത്. ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസറും അതുപോലെ തന്നെ സ്റ്റേഷൻ മാസ്റ്ററാണ് ഇതിൽ വരുന്നത്. ഇതിന് ഇനീഷ്യൽ പേ എന്ന് പറയുന്നത്, ബേസിക് പേ എന്ന് പറയുന്നത് എന്താണ്, 35,400 ആണ് എന്തെന്ന് പറയുന്നത് അതിന്റെ ഇനീഷ്യൽ പേ എന്ന് പറയുന്നത്. അതുപോലെ അടുത്തതാണ് ലെവൽ 5 എന്ന് പറയുന്നത്. ലെവൽ 5ൽ നമുക്ക് 3 പോസ്റ്റുകളാണ്. ഗുഡ്സ് ഗാർഡ് അല്ലെങ്കിൽ ഇപ്പൊ ഗുഡ്സ് ഗാർഡ് എന്ന് പറയാറില്ല, ട്രെയിൻ മാനേജർ എന്നാണ് പറയാറുള്ളത്. ഇതിൽ നിന്ന് പ്രൊമോഷൻ കിട്ടിയിട്ടാണ് ഗുഡ്സ് ട്രെയിനിൽ നിന്ന് പാസഞ്ചർ, സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് അങ്ങനെ എന്ത് ചെയ്യുന്നത്, ഗാർഡുകൾ കയറിപ്പോകുന്നത്. അപ്പൊ ആദ്യം ഇനീഷ്യലി നിങ്ങൾക്ക് എവിടെ തന്നെയാണ് പോസ്റ്റിംഗ് കിട്ടുക, ചരക്ക് വണ്ടിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗുഡ്സ് ട്രെയിനിലാണ് എന്ത് ചെയ്യുന്നത് പോസ്റ്റിംഗ് കിട്ടുന്നത്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, ഗുഡ്സ് ട്രെയിൻ മാനേജർ അല്ലെങ്കിൽ ഗുഡ്സ് ഗാർഡ് എന്ന് വിളിക്കുന്നത്. അതുപോലെ ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ്, സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണ് ഇതിൽ വരുന്നത്, ലെവൽ 5ൽ വരുന്നത്. അതിന്റെ എല്ലാം പേയ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, 29,200 ആണെന്ന് ഇന്ത്യ നിങ്ങൾക്കറിയാം. ഇതിന് വേക്കൻസി എല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ ടോട്ടലി ഇപ്രാവശ്യം RRB NTPC വിളിച്ചിരിക്കുന്നത് ഏകദേശം 8,113 വേക്കൻസിയിലാണ്. അത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ വരുന്ന അടുത്ത സംശയം എനിക്കറിയാം, ഇത് കൂടാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കൂടാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറയും. ചിലപ്പോൾ ഒരു ഒഫീഷ്യൽ ഒരു നോട്ടീസ് ആയിട്ടോ ഒരു ഡിക്ലറേഷൻ ആയിട്ടോ ഒന്നും വരണമെന്നില്ല. പക്ഷെ നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്നതിന്
ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വരെ കഴിഞ്ഞ വട്ടം നടന്ന RRB NTPC, അതായത് 2019 നടന്ന RRB NTPC നിന്നും എന്ത് ചെയ്തിട്ടുണ്ട്, ആളുകളെ എടുത്തിട്ടുണ്ട്. അപ്പൊ RRBക്ക് എപ്പോഴുള്ള ഒരു പരിപാടിയാണതെന്ന് പറയുന്നത്, അടുത്ത നോട്ടിഫിക്കേഷൻ വന്ന് അതിന്റെ പരിപാടി തുടങ്ങുന്നത് വരെ എന്ത് ചെയ്യും, ആ ലിസ്റ്റിൽ നിന്ന് ആളുകളെ എടുത്തുകൊണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഈ 8113 പേരെ ഒന്നല്ല എടുക്കാൻ പോകുന്നത്, കേരള PC പോലെയല്ല. ഉറപ്പായിട്ടും RRB എടുക്കാൻ പോകുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് എന്തായിരിക്കും, വളരെ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇനീഷ്യലി RRB NTPC എന്താണെന്നും ഏതൊക്കെ പോസ്റ്റുകളാണ് അതിൽ വരുന്നത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അനാലിസിസിലേക്ക് പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഇവിടെ അനാലിസിസിനായിട്ട് എടുത്തിരിക്കുന്നത് ട്രിവാൻഡ്രം, ചെന്നൈ, ബാംഗ്ലൂർ പോലത്തെ 3 സോണുകളാണ്. ഇതല്ലാത്ത ഒരുപാട് സോണുകളുണ്ട്, നമുക്കറിയാം. ബിലാസ്പൂരും അജ്മീറും കൊൽക്കത്തയും ഒക്കെ ഉണ്ട്. അപ്പോൾ പക്ഷെ ഞാനിവിടെ എടുക്കുന്നത് ഈ 3 എണ്ണമാണ്. അതിനുള്ള റീസൺ ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മൾ സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ളവരായതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള 3 സ്ഥലങ്ങളാണ്. ഈവൻ ഇപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് പോയി കുറച്ച് ദൂരെ ജോലി ചെയ്യണമെങ്കിലും ചെന്നൈയോ ബാംഗ്ലൂരിനോ അണ്ടറിലാണെങ്കിൽ എന്ത് ചെയ്യുന്നില്ല, നമുക്കൊരു വലിയ വിഷയം വരുന്നില്ല എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക. ഇതിൽ ഇനി അഗൈൻ എവിടെ അപ്ലൈ ചെയ്യണം എന്നുള്ളത്, എങ്ങനെയാണ് എന്താണെന്നുള്ളത് എന്ത് ചെയ്യാം, ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഇതിന്റെ ഡാറ്റയിലോട്ടൊന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് RRB ബാംഗ്ലൂരിന്റെ ഡാറ്റയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. RRB ബാംഗ്ലൂരിന്റെ ഡാറ്റ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം വേക്കൻസി ഇപ്രാവശ്യം വന്നിരിക്കുന്നത് 496 വേക്കൻസിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, RRB ബാംഗ്ലൂരിൽ വന്നിരിക്കുന്നത്. ഇതേ സമയം കഴിഞ്ഞ വർഷം RRB NTPC 2019 ഈ സെയിം വേക്കൻസി 1974 ആയിരുന്നു, ഏകദേശം 4 മടങ്ങ് ഉണ്ടായിരുന്നു. അവിടെ നിൽക്കട്ടെ, ഞാൻ അടുത്തയിലേക്ക് പോകുന്നു. അടുത്തെന്ന് പറയുന്നത് നമ്മുടെ RRB ചെന്നൈ ആണ്. RRB ചെന്നൈയിൽ ഇപ്രാവശ്യമുള്ള വേക്കൻസിയുടെ എണ്ണം 436 ആണ്. എന്നാൽ കഴിഞ്ഞ NTPC 2019 ആ വേക്കൻസികളുടെ എണ്ണം 2258 ആയിരുന്നു. അതും ഒന്ന് മനസ്സിൽ വെക്കുക. വീണ്ടും നമ്മൾ അടുത്ത് ട്രിവാൻഡ്രത്തേക്ക് പോവാണ്. ട്രിവാൻഡ്രത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്രാവശ്യത്തെ വേക്കൻസി വെറും 174 ആണ്. അതേസമയം കഴിഞ്ഞ വട്ടത്തെ വേക്കൻസി എന്ന് പറയുന്നത് ഏകദേശം 723 ആയിരുന്നു എന്നും എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അതിൽ ഓരോ പോസ്റ്റും ഓരോ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടുണ്ട്. ഞാൻ അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല, കാരണം നിങ്ങൾക്കത് നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. നോട്ടിഫിക്കേഷൻ ഞാൻ ചുമ്മാ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. ഇപ്രാവശ്യത്തെ വേക്കൻസിയുടെ ഒരു കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്, ഞാൻ ഈ പറഞ്ഞതുപോലെയാണ് എന്നുകൂടെ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വട്ടം RRB NTPC CBT 1 നടന്നപ്പോൾ അതിലെ ലെവൽ 6 ടയർ 1 വന്നിട്ടുള്ള കട്ട് ഓഫ് ആണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മളിപ്പോൾ അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിലിതേ നമുക്ക് നോക്കേണ്ടുന്ന ആളുകൾ 3 ആണ്. ഒന്ന് ബാംഗ്ലൂർ, അതുപോലെ ഒന്ന് ചെന്നൈ, അതുപോലെ ഒന്ന് ട്രിവാൻഡ്രം. ഇതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ബാംഗ്ലൂരിൻ്റെ ലെവൽ 6 എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു സ്റ്റേഷൻ മാസ്റ്ററും ഉണ്ട്, അതുപോലെ എന്തുണ്ട്, ചീഫ് കൊമേഴ്ഷ്യൽ ക്ലർക്കും ഉണ്ട്. ഇത് ഈ 2 എണ്ണമാണ് വരുന്നത്. അതിൽ പക്ഷേ ഭൂരിഭാഗം ഏത് തന്നെയാണ്, SM തന്നെയായിരിക്കും. അതിൽ ടയർ 1 കട്ട് ഓഫ് എന്ന് പറയുന്നത് ബാംഗ്ലൂരിൻ്റെ അൺറിസർവ്ഡിന് 78.71, SC STക്ക് 66.45, അതുപോലെ STക്ക് 66.45, STക്ക് 60.35, അതുപോലെ തന്നെ OBCക്ക് 72.92, EWSന് 71.67, ഇതാണ് എന്ത് ചെയ്തിരിക്കുന്നത്, വന്നിരിക്കുന്നത്. അതേസമയം നമ്മൾ ചെന്നൈയിലോട്ട് വന്നു കഴിഞ്ഞാൽ ചെന്നൈക്ക് അൺറിസർവ്ഡിന് കട്ട് ഓഫ് 74, SC ST 62, ST 62, ST 59, ദെൻ അതുപോലെ തന്നെ OBC EWS അങ്ങനെ ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. തൽക്കാലം നമുക്ക് ജനറൽ കട്ട് ഓഫ് മാത്രം വെച്ച് സംസാരിക്കാം, എന്നാലായിരിക്കും അത് കുറച്ചുകൂടി എളുപ്പമാവുക. തിരുവനന്തപുരം ആണെങ്കിൽ എന്താണ്, 69 ആണ്. അപ്പോൾ ബാംഗ്ലൂരിന് 78, ചെന്നൈക്ക് 74, തിരുവനന്തപുരത്തിന് 69. പക്ഷേ ഇത് മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്കിത് പറയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ എവിടെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. കാരണം ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ തിരുവനന്തപുരത്തിന് 69 അല്ലേ ഉള്ളൂ, എന്നാൽ പിന്നെ അവിടെ കൊടുത്തേക്കാം എന്ന് വേണമെങ്കിൽ ഒരു ആലോചന നിങ്ങൾക്ക് വന്നേക്കാം. പക്ഷെ അങ്ങനെയല്ല അത് ആലോചിക്കേണ്ടത്. അങ്ങനെ ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. സാധാരണ RRB NTPCക്ക്, അതായത് ഇതിന് മുമ്പുള്ള വർഷങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 2015 2012 RRB NTPCയുടെ കട്ട് ഓഫ് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലെപ്പോഴും ഏറ്റവും കുറവ് കട്ട് ഓഫ് വരെ ബാംഗ്ലൂരാണ്, പിന്നെയാണ് ചെന്നൈ. അഗൈൻ നമ്മൾ ഈ 3 എണ്ണം കമ്പയർ ചെയ്യുമ്പോഴാണ് ഞാൻ പറയുന്നത്, ഏറ്റവും കുറവ് ബാംഗ്ലൂർ വരും, പിന്നെ ചെന്നൈ, പിന്നെ ട്രിവാൻഡ്രം. ആ ഓർഡറിലാണ് എന്ത് ചെയ്യാറുള്ളത്, പോവാറുള്ളത്. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വട്ടം ഈ ഒരു പാറ്റേൺ എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് തന്നെ എല്ലാവരും എന്ത് ചെയ്തു, മലയാളികളായാലും നോർത്ത് ഇന്ത്യൻസ് ആയാലും ഭൂരിഭാഗം ആളുകൾ എവിടെ അപ്ലൈ ചെയ്തു, ബാംഗ്ലൂരിൽ അപ്ലൈ ചെയ്തു. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ നന്നായി പഠിച്ചിട്ടുള്ള, നന്നായി പ്രിപ്പയർ ചെയ്തിട്ടുള്ള എഴുതുന്ന ആളുകളുടെ എണ്ണം എന്ത് ചെയ്തു, നന്നായിട്ട് കൂടി. അങ്ങനെ കൂടിയത് കൊണ്ട് തന്നെ ചരിത്രത്തിൽ ആദ്യമായി ഏറ്റവും ഹയസ്റ്റ് കട്ട് ഓഫ് എവിടെ റെക്കോർഡ് ചെയ്യപ്പെട്ടു, ബാംഗ്ലൂരിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടു. അതുകൊണ്ട് ഇപ്രാവശ്യം അത് ആവർത്തിക്കുമോ നമുക്കറിയില്ല. പക്ഷേ ഞാൻ ഇനി ബാക്കി പറയാനുള്ളത് പറയാം. അപ്പോൾ ബാംഗ്ലൂരിന്റെ കട്ട് ഓഫ് 78 ആണ്, ചെന്നൈയുടെ 74 ആണ്, തിരുവനന്തപുരത്തിന്റെ 69 ആണ്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ കൺസിഡർ ചെയ്യണം. കഴിഞ്ഞ വർഷത്തെ വേക്കൻസി എത്രയായിരുന്നു? 2019 SM വേക്കൻസി എന്ന് പറയുന്നത് ഏകദേശം 899 SM വേക്കൻസിയാണ്
നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലെവൽ 6 ഉണ്ടായിരുന്ന വേക്കൻസി അറൗണ്ട് 899 അതേസമയം നമ്മൾ 2024 വന്നപ്പോൾ അത് വെറും 116 ചെന്നൈയിലോട്ട് വരുമ്പോൾ 601 2019 വേക്കൻസി, ഇപ്പം അത് വെറും 8 തിരുവനന്തപുരത്തേക്ക് വന്നു കഴിഞ്ഞാൽ 2019 340 വേക്കൻസിയാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം അത് വെറും 65 അപ്പൊ എഗെയിൻ മക്കളെ, നിങ്ങൾക്ക് വീണ്ടും ആലോചിക്കാനുള്ള ചോദ്യം വന്നു, കഴിഞ്ഞ വട്ടം ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വന്നത് ബാംഗ്ലൂരാണ് എന്ന് കരുതി ഇപ്രാവശ്യം ബാംഗ്ലൂർ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അതൊരു മണ്ടത്തരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എഗെയിൻ പറയുന്നു, ഇവിടെ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ ഈ ചെറിയ എക്സ്പീരിയൻസ് നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇത് നിങ്ങൾക്ക് തള്ളേണ്ടവർക്ക് തള്ളാം, കൊള്ളേണ്ടവർക്ക് കൊള്ളാം. പിന്നെ ഇത് എല്ലാവരും ഇത് എടുക്കണം എന്നൊന്നും ഞാൻ പറയില്ല, എല്ലാവരും എടുക്കുന്നതാണ് ശരിയെന്ന് ഞാൻ പറയില്ല. കാരണം ഇത് എപ്പോഴും ഈ ഒരു ജോലി എവിടെ വേണം, എങ്ങനെ വേണം, എന്തായിരിക്കണം എന്നുള്ളതെല്ലാം നമ്മുടെ പേഴ്സണൽ പ്രിഫറൻസസ് ആണ്. അപ്പോൾ നമ്മളാണ് എന്ത് ചെയ്യേണ്ടത്, അത് ചൂസ് ചെയ്യേണ്ടത്. ഇനി ഇവിടെ ഞാൻ ബാക്കി കാര്യം പറഞ്ഞോട്ടെ. അപ്പോൾ ഓൾറെഡി ഉള്ള ഹിസ്റ്ററി ഞാൻ പറഞ്ഞു. സാധാരണ ഏറ്റവും കുറവ് വരെ ബാംഗ്ലൂർ ആയിരുന്നു, അതുകൊണ്ട് തന്നെ എല്ലാവരും ചാടിക്കയറി ബാംഗ്ലൂർ കൊടുത്തു. അങ്ങനെ കൊടുത്തപ്പോൾ കഴിഞ്ഞ വട്ടം കട്ട് ഓഫ് കയറി എന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങൾ ഇപ്രാവശ്യത്തെ ഡാറ്റ നോക്കിയേ, ഇപ്രാവശ്യത്തെ ഡാറ്റ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വേക്കൻസി വന്നിരിക്കുന്നത് എവിടെയാണ്? ബാംഗ്ലൂരാണ്. ഓഫ് കോഴ്സ് ബാംഗ്ലൂരിന് കൂടുതൽ ആളുകൾ അപ്ലൈ ചെയ്യും എന്ന് തന്നെയാണ് ലോജിക്കലി എനിക്ക് ഇപ്പോഴും തോന്നുന്നത്. പക്ഷേ അവിടെ ഒരു ചെറിയ പിടുത്തം വരും. കാരണം കഴിഞ്ഞ വർഷത്തെ ഹയർ കട്ട് ഓഫ് ഉള്ളതുകൊണ്ട് കുറച്ചെങ്കിലും ആളുകൾ എന്ത് ചെയ്യും, ഒന്ന് ആലോചിക്കും അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് എവിടെയാണ് കൊടുക്കേണ്ടത് എന്ന് ആലോചിക്കും. സോ ഈ ഒരു ഡാറ്റ വെച്ചിട്ട് എന്നോടൊരു പേഴ്സണൽ പ്രിഫറൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും പറയുന്നത് ബാംഗ്ലൂർ തന്നെയായിരിക്കും. കഴിഞ്ഞ വട്ടം ഞാൻ റെക്കമെൻഡ് ചെയ്തത് ബാംഗ്ലൂർ തന്നെയാണ്. ബട്ട് ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് ഒന്നും ബാംഗ്ലൂരാണ്. സോ ഞാൻ വീണ്ടും പറയുന്നു, കണ്ടീഷൻസ് അപ്ലൈ. ഞാൻ പറയുന്നത് നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ഞാൻ എൻ്റെ എന്താ പറയുക, ആ ഒരു കുഞ്ഞു എന്താ പറയുക അനാലിസിസ് വെച്ച് ഞാൻ പറയുന്നതാണ്. ഇപ്പോഴും എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങൾ കൊടുക്കാവുന്നതിൽ ഏറ്റവും നല്ല ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ലെവൽ 6 ഈ പറയുന്ന പോലെ അല്ലെങ്കിൽ ഈ ഗ്രാജുവേറ്റ് പോസ്റ്റിന് കൊടുക്കാൻ പറ്റുന്ന ഏത് തന്നെയാണ്? ബാംഗ്ലൂർ തന്നെയാണെന്ന് എന്ത് ചെയ്യും, ഞാൻ പറയും. അതിനൊരു റീസൺ കൂടിയാണ് മക്കളെ. ഇതിപ്പോൾ ലെവൽ 6 ആണ് നമ്മൾ പറഞ്ഞത്. ഇതേ സംഭവം നമ്മൾ ലെവൽ 5 നോക്കിക്കഴിഞ്ഞാൽ, ലെവൽ 6 ഞാൻ പറഞ്ഞു SM ചീഫ് കൊമേഴ്ഷ്യൽ ക്ലർക്കും ആണ്. ലെവൽ 5 നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഗുഡ്സ് ഗാർഡ് ഉണ്ട്, അതുപോലെ 2 ക്ലറിക്കൽ പോസ്റ്റുകളുണ്ട്, ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റും അതുപോലെ സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റും ഇവിടെ വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾ നോക്ക്, ബാംഗ്ലൂരിന്റെ വരച്ചത് മാറിപ്പോയി. ബാംഗ്ലൂരിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് എത്രയാണ്? 70.59 ആണ്. ചെന്നൈയുടെ കട്ട് ഓഫ് 62.20 ആണ്. ഗുവാഹത്തി നമുക്ക് വേണ്ട. ട്രിവാൻഡ്രത്തിന്റെ കട്ട് ഓഫ് എത്രയാണ്? 61.35 ആണെന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഇനി കഴിഞ്ഞ വട്ടത്തെ പോലെ തന്നെ നമുക്ക് വേക്കൻസി വെച്ച് കമ്പയർ ചെയ്യാം. 2019 2024 വേക്കൻസി നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ബാംഗ്ലൂരിൽ 2019 ലെവൽ 5 ഉണ്ടായിരുന്നത് 817 വേക്കൻസിയാണ്. അതേസമയം ഇവിടെ ഉള്ളത് 2024 ബാംഗ്ലൂരിലുള്ളത് എത്ര മാത്രമാണ്? 324 മാത്രമാണ്. ചെന്നൈയുടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചെന്നൈയിൽ 2019 ഉണ്ടായിരുന്ന 1170 വേക്കൻസിയാണ്. ഇപ്പം എത്ര മാത്രമേ ഉള്ളൂ? 298 മാത്രമേ ഉള്ളൂ. അതേസമയം ട്രിവാൻഡ്രം നോക്കിക്കഴിഞ്ഞാൽ 331 ഉള്ളിടത്ത് എത്രയേ ഉള്ളൂ? 58 മാത്രമേ ഉള്ളൂ. സോ ഇവിടുത്തെ കട്ട് ഓഫ് നിങ്ങൾ നോക്ക്. ഇവിടുത്തെ കട്ട് ഓഫ് നമ്മൾ നോക്കുമ്പോൾ ബാംഗ്ലൂർ 70 വന്ന സമയത്ത്, കഴിഞ്ഞ വർഷത്തെ നമ്മൾ പറയുന്നത് ബാംഗ്ലൂർ 70 വന്ന സമയത്ത് ചെന്നൈയിൽ വന്നത് എത്ര മാത്രമാണ്? ചെന്നൈയിൽ വന്നത് വെറും 62 മാത്രമാണ്. ട്രിവാൻഡ്രം വന്നത് വെറും 61 മാത്രമാണ്. അവിടെ തന്നെയാണ് കഴിഞ്ഞ വട്ടം സത്യം പറഞ്ഞാൽ നോക്ക് ഏറ്റവും വേക്കൻസി കുറവ്. ദൈവം നോക്ക്, ട്രിവാൻഡ്രത്ത് വെറും 331 വേക്കൻസി ഉള്ളൂ. പക്ഷേ കട്ട് ഓഫ് വെറും 61.35 വന്നുള്ളൂ. ബാംഗ്ലൂർ 817 വേക്കൻസി ഉണ്ട്, എന്നിട്ടും എവിടെ വന്നു? 70.59 കട്ട് ഓഫ് വന്നു. അപ്പോൾ ഇതൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. വേക്കൻസിയുടെ എണ്ണം വെച്ചിട്ടോ എഴുതുന്ന ആളുകളുടെ എണ്ണം വെച്ചിട്ടോ അപ്ലൈ ചെയ്യുന്ന ആളുകളുടെ എണ്ണം വെച്ചിട്ടോ ഒന്നും നമുക്കൊരു ഫിക്സഡ് ആയിട്ടോ ഇങ്ങനെയാണ്, അപ്പോൾ ബാംഗ്ലൂരാണ് ഏറ്റവും കൂടുതൽ ജോലി കിട്ടാൻ സാധ്യത ഒന്നും പറയാൻ പറ്റില്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമുക്കിങ്ങനെ ഒരു അനാലിസിസ് നടത്താം, എന്നിട്ടൊരു കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കാം. നമ്മളെപ്പോഴും പറയുന്നത് ഒരു കാൽക്കുലേറ്റഡ് റിസ്ക് എന്ന് ഞാൻ ഇതിനെ പറയുള്ളൂ. അല്ലാതെ ഞാൻ ഈ പറയുന്നതാണ് ശരി, അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾ അപ്ലൈ ചെയ്ത് ഉറപ്പായിട്ട് ഇവിടെ ഏറ്റവും കട്ട് ഓഫ് കുറവായിരുന്നു ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ അതുകൂടെ കാണിച്ചില്ല. കാരണം നമ്മൾ എങ്ങനെ ആലോചിക്കുന്നത് തെറ്റുന്ന ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങളിപ്പം ചിലപ്പോൾ ആലോചിക്കുക വേക്കൻസിയുടെ എണ്ണം, അപ്പം തൊട്ടുമുമ്പ് ഞാൻ തന്നെ പറഞ്ഞു അല്ലേ, വേക്കൻസിയുടെ എണ്ണം നോക്കിയിട്ടാണെങ്കിലും നമ്മൾ എവിടെ കൊടുക്കുന്നല്ലത്? ബാംഗ്ലൂർ കൊടുക്കുന്നല്ലത് എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ അത് ശരിയാവണം എന്നില്ല, ഒരു നിർബന്ധമില്ല. കാരണം 817 വേക്കൻസി ഉണ്ടായിട്ടും 1170 വേക്കൻസി ഉണ്ടായിട്ടും അതിനേക്കാളൊക്കെ എത്രയോ താഴെയാണ് ട്രിവാൻഡ്രത്തിന്റെ വേക്കൻസി എത്ര വന്നത്? 61.35 വന്നത്. അല്ലെങ്കിൽ 331 വേക്കൻസി ട്രിവാൻഡ്രത്ത് 61, അതിന്റെ 3 മടങ്ങ് വേക്കൻസി 1170 ഉണ്ടായിട്ട് ചെന്നൈയിൽ എത്രയാണ് വന്നത്? 62.20 ആണ് വന്നത്. അപ്പോൾ അതിലൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒരിക്കലും ഏത് സോണിലാണ് അപ്ലൈ ചെയ്യാന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഇനി പൊതുവേ നമ്മൾ കാണാറുള്ള ഒരു ട്രെൻഡ്, ഈ നോർത്ത് നിന്നുള്ള ആളുകൾ എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? നമ്മുടെ ഈ സൗത്തിൽ അപ്ലൈ ചെയ്യാറുണ്ട്. നമുക്ക് തന്നെ അറിയാം, റെയിൽവേയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് നോർത്ത് ഇന്ത്യൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ആളുകളിലെ ഭൂരിഭാഗം ആളുകളും എപ്പോഴും പ്രിഫർ ചെയ്യുക ചെന്നൈയാണ്. ഇത് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസും ഞാൻ ട്രെയിനിങ്ങിൻ്റെ സമയത്തൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതും അവരോട് ചോദിച്ചറിഞ്ഞിട്ടുള്ള കാര്യം വെച്ച് പറയുകയാണ്. അവർ ബാംഗ്ലൂരും കൊടുക്കാറുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ
കമ്പാരിറ്റീവ്ലി കൂടുതൽ ആളുകൾ എപ്പോഴും അപ്ലൈ ചെയ്ത് കണ്ടിട്ടുള്ളത് ചെന്നൈയിലാണ്. കാരണം ഈ നോർത്തിൽ നിന്ന് വരുന്ന ആളുകൾക്ക് കുറച്ചും കൂടെ അവരുടെ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളെല്ലാം ചെന്നൈയിൽ നിന്ന് ഈസിയാണെന്നാണ് അവർ എപ്പോഴും അതിന് റീസൺ ആയിട്ട് പറയാറുള്ളത്. ആ ട്രെൻഡ് ഇപ്പോൾ മാറിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ കറന്റ്ലി അവരെങ്ങനെയാണ് സാധാരണ പറയാറുള്ളത്? ഈ ഒരു രീതിയിൽ തന്നെയാണ് പറയാറുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ അനലൈസ് ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങളിപ്പോൾ ആലോചിക്കും, ഇപ്പോൾ പറ എനിക്ക് കാര്യം പറയാം, എവിടെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് പറ, അതല്ലേ ഞങ്ങൾക്ക് അറിയേണ്ടതെന്ന് ഞാൻ പറയും. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നമുക്കൊരിക്കലും ഇന്നിന്ന കാര്യങ്ങളിൽ കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്ത് ഇപ്പോൾ 4+3 7 എന്ന് പറയുന്നത് പോലെ കൃത്യമായിട്ട് നിങ്ങൾ ബാംഗ്ലൂർ അപ്ലൈ ചെയ്താലാണ് ഏറ്റവും കുറവ് കട്ട് ഓഫ് വരിക, ചെന്നൈയിൽ അപ്ലൈ ചെയ്താലാണ് ഏറ്റവും കുറവ് കട്ട് ഓഫ് വരിക എന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഈ കാര്യത്തിൽ എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് എന്തൊക്കെയാണ് നമ്മുടെ പേഴ്സണൽ പ്രിഫറൻസസ്, ഏതാണ് നമുക്ക് നല്ലത്, അല്ലെങ്കിൽ എവിടെ ഒരു ജോലി കിട്ടിയ ഇപ്പം നാട്ടിൽ തന്നെ ഒരു ജോലി കിട്ടുമെന്ന് എനിക്ക് നിർബന്ധമില്ല, ബാംഗ്ലൂർ ആണെങ്കിലും ചെന്നൈ ആണെങ്കിലും ഞാൻ അവിടെ പോയി എഴുതി ജോലി ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വില്ലിങ് ആണെങ്കിൽ അതിനനുസരിച്ച് ആലോചിച്ച് നിങ്ങളൊരു ഡിസിഷൻ എടുക്കാന്നാണ് പറയാം. പിന്നെ എൻ്റെ പേഴ്സണൽ ചോയ്സ് ഞാൻ പറഞ്ഞു, ഇപ്പോൾ ലെവൽ 5 ലെവൽ 6 NTPC ആണെങ്കിൽ ഞാൻ കൊടുക്കാൻ പോകുന്നത് മിക്കവാറും ബാംഗ്ലൂർ തന്നെയായിരിക്കും. അത് ഈ പറഞ്ഞ പോലെ എഗെയിൻ കാൽക്കുലേറ്റഡ് റിസ്ക് ആണ്. കഴിഞ്ഞ വട്ടം നല്ല കട്ട് ഓഫ് വന്നല്ലോ, അപ്പോൾ കുറേ പേര് അതിന് മടിക്കുമല്ലോ, എന്താ പറയുക, പിന്നെ വേക്കൻസിയുടെ എണ്ണം അവിടെയാണല്ലോ കൂടുതൽ എന്ന് നോക്കിയിട്ട് ഒരു കാൽക്കുലേറ്റഡ് റിസ്ക് ആയിട്ട് അല്ലെങ്കിൽ ഒരു ലോജിക്കലി ആലോചിച്ചുകൊണ്ട് നമുക്കത് പറയാമെന്നല്ലാതെ ഒരിക്കലും ബാംഗ്ലൂരാണ് ജോലി കിട്ടാൻ ഏറ്റവും സാധ്യതയാണോ, അല്ലെങ്കിൽ ചെന്നൈയിലാണ് ഏറ്റവും സാധ്യതയാണോ, ട്രിവാൻഡ്രത്താണ് ഏറ്റവും സാധ്യതയാണോ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പറയാനായിട്ട് കഴിയില്ല. അപ്പോൾ അതിൽ നിങ്ങളൊരു ആലോചിച്ച് ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഡാറ്റ എല്ലാം അനലൈസ് ചെയ്ത് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഒന്നുകൂടെ ഒന്ന് റിസർച്ച് നടത്തി കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫും കഴിഞ്ഞ വർഷത്തെ കാര്യങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാക്കിയിട്ട് നിങ്ങളൊരു തീരുമാനം എടുത്ത് എന്ത് ചെയ്യുക, അത് അപ്ലൈ ചെയ്യാനേ പറയുന്നുള്ളൂ. അല്ലാതെ വേറെ ആര് പറയുന്നത് എന്ത് ചെയ്യേണ്ടതിൽ കേൾക്കേണ്ട. ഞാൻ ഈ പറഞ്ഞതും മറ്റേ നമ്മുടെ ബുദ്ധൻ പറഞ്ഞ പോലെ നിങ്ങൾ ആ പാലം കടത്താനുള്ള ഒരു വഴിയായിട്ട് കണ്ടാൽ മതി. നിങ്ങൾ ആ പാലം കടക്കുക എന്നുള്ളത് നിങ്ങളുടെ ആവശ്യമാണ്. അപ്പോൾ പാലം കടക്കാൻ എന്നെ കൊണ്ട് അറിയുന്ന 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്നുള്ളത് അറിയുള്ളൂ. മക്കളെ എനിക്കറിയാം എഗെയിൻ വളരെ ബൈനറി ആയിട്ട് ഇവിടെ അപ്ലൈ ചെയ്യണം ഇവിടെ അപ്ലൈ ചെയ്യണ്ട എന്നല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറയാനും കഴിയില്ല. അങ്ങനെ പറയുന്നവരെ നിങ്ങൾ വിശ്വസിക്കുകയും വേണ്ട എന്നുകൂടെ ഞാൻ പറഞ്ഞോട്ടെ. എപ്പോഴും ഇത് എന്താണ്, ഇതൊരു കാൽക്കുലേറ്റഡ് റിസ്ക് ആണ്. നിങ്ങൾ ആലോചിച്ച് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുക, തീരുമാനിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ എനിക്ക് പറയാനുണ്ടായിരുന്നത്, എവിടെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുക എന്നുള്ളത്. സെക്കൻഡ് പാർട്ടിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ പറഞ്ഞതുപോലെ ട്രാൻസ്ഫറിന്റെ കാര്യമാണ്. അതിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം പറഞ്ഞോട്ടെ. അക്കാഡമീസിൽ RRB NTPCയുടെ ടയർ 1നും ടയർ 2നും വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് കോഴ്സ് അവൈലബിൾ ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന 2 നമ്പറുകളിൽ എന്ത് ചെയ്യാം, നമ്മളെ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പിലും എന്ത് ചെയ്യാം, ഞാൻ അതിൻ്റെ വാട്സപ്പിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള ലിങ്കും എന്ത് ചെയ്യും ഞാൻ താഴെ കൊടുക്കാം. കോഴ്സ് എടുത്ത് പഠിക്കാൻ നിങ്ങൾ വില്ലിങ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളൂ, നിങ്ങൾ അതിൽ കോൺടാക്ട് ചെയ്തോളൂ, കോഴ്സ് എടുത്തോളൂ. കോഴ്സ് എടുത്താൽ ജോലി കിട്ടുന്നുള്ള മോഹന വാഗ്ദാനം ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ആ കോഴ്സ് നിങ്ങൾക്ക് 100% യൂസ്ഫുൾ ആയിരിക്കും. കഴിഞ്ഞ വർഷത്തെ RRB NTPC മാത്രം ഏകദേശം 250 ആൾക്കാർ നമ്മുടെ പിള്ളേർ മാത്രം കയറിയിട്ടുണ്ട്. 150ഓളം സ്റ്റേഷൻ മാസ്റ്റേഴ്സ് മാത്രം അക്കാഡമീസ് ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം അവർ നമ്മളോട് സ്നേഹത്തോടെ നമ്മളത് എടുത്തതാണ് സാർ, നമുക്കത് ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞവരാണ്. അങ്ങനെ അല്ലാത്ത ഒരുപാട് ആളുകളും ഉണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് വിഷയമില്ല. ഈ ഉള്ള 150ഓളം ആളുകൾ ഇങ്ങനെ നമ്മളോടുള്ള സ്നേഹത്തോടെ സമ്മതിച്ച ആളുകൾ തന്നെ ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ കോഴ്സ് എത്രത്തോളം അവർക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾ ഇതിലോട്ട് വിളിച്ചോളൂ. ഇനി ഞാനൊരു സെക്കൻഡ് പാർട്ടിലേക്ക് പോവാണ്. സെക്കൻഡ് പാർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയേണ്ടത് ട്രാൻസ്ഫർ എപ്പോൾ കിട്ടും അല്ലേ. ഇപ്പം നമ്മൾ ചെന്നൈയോ ബാംഗ്ലൂരോ വേറെ എവിടെയെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴാണ് നാട്ടിലേക്ക് വരാൻ പറ്റുക എന്നുള്ളതാണ്. അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2 തരത്തിലുള്ള ട്രാൻസ്ഫർ നിങ്ങളുണ്ട്. അതൊന്നാണ് ഇന്റർ റെയിൽവേ എന്ന് പറയുന്നത്. ഇന്റർ റെയിൽവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇത്ര നേരം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ചെന്നൈയിൽ പോസ്റ്റിംഗ് കിട്ടി, അവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ചെന്നൈ സോണിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്തത്, അവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നമ്മുടെ കേരളത്തിലേക്ക് അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ട്രിവാൻഡ്രത്തേക്ക് വരണം. അങ്ങനെ വരാനായിട്ട് ആ ട്രാൻസ്ഫറിന് നിങ്ങൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം നിങ്ങൾ എത്ര വർഷം കഴിയണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, 5 വർഷം കഴിയണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇന്റർ റെയിൽവേ ട്രാൻസ്ഫറിന് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ സർവീസിൽ കയറിയിട്ട് 5 വർഷം കഴിഞ്ഞാൽ എന്ത് ചെയ്യുള്ളൂ, നിങ്ങൾക്ക് പറ്റുള്ളൂ. ഇനി രണ്ടാമത്തെ ട്രാൻസ്ഫർ ആണ് ഇന്റർ ഡിവിഷൻ ട്രാൻസ്ഫർ. അതായത് നിങ്ങളിപ്പോൾ ട്രിവാൻഡ്രത്ത് പോസ്റ്റിംഗ് ആയി, ട്രിവാൻഡ്രത്ത് നിങ്ങൾക്കറിയാം പാലക്കാട് ഡിവിഷൻ ഉണ്ട്, ട്രിവാൻഡ്രം ഡിവിഷൻ ഉണ്ട്, അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, മധുരയും വരുന്നുണ്ട് അല്ലേ, മധുരയുടെ കുറേ ഭാഗങ്ങളും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ പാലക്കാട് കിട്ടി, നിങ്ങൾക്കിപ്പോൾ പാലക്കാട് നിന്ന് ട്രിവാൻഡ്രം ഡിവിഷനിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ 3 വർഷം വെയിറ്റ് ചെയ്യണം. പക്ഷെ നമ്മുടെ ഇപ്പോൾ ഈ RRB NTPCക്കൊക്കെ അപ്ലൈ ചെയ്യുന്ന ഭൂരിഭാഗം ആളുകൾക്കും വേണ്ടത് ഈ പറയുന്ന പോലെ ഇന്റർ റെയിൽവേ ട്രാൻസ്ഫർ ആണ്, സോൺ തന്നെ മാറുക എന്നുള്ളതാണ്. അപ്പോൾ ചെന്നൈയിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ ആ സോണിൽ നിന്ന് ഈ സോണിലേക്ക് വരുന്നുണ്ടെങ്കിൽ, കൊൽക്കത്തയിൽ നിന്ന് ചെന്നൈക്ക് വരണമെന്നുണ്ടെങ്കിൽ, ട്രിവാൻഡ്രത്ത് നിന്ന് ബിലാസ്പൂരിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര വർക്ക് ചെയ്യണം, നിങ്ങൾ 5 വർഷം വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് റീസെൻ്റ് ആയിട്ട് കൂട്ടിയതാണെന്നാണ് ഞാൻ അറിഞ്ഞത്. മുമ്പ് എൻ്റെ അറിവിൽ ഇത് 3 വർഷം ഉണ്ടായിരുന്നുള്ളൂ ഈ ഇന്റർ റെയിൽവേ ആണെങ്കിലും. പക്ഷെ ഇപ്പോൾ എന്താക്കിയിട്ടുണ്ട്, 5 ആക്കിയിട്ടുണ്ട്. അതേസമയം ഇന്റർ ഡിവിഷൻ ആണെങ്കിൽ എത്രയാണ്, 3 ആണ്. ഇതും കുറവായിരുന്നാണ് എൻ്റെ വിശ്വാസം. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് RRB പുറത്തുവിട്ട നോട്ടിഫിക്കേഷൻ്റെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത്. ഇനി അതല്ലാതുള്ള ഒരു ഓപ്ഷനാണ് മ്യൂച്വൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. മ്യൂച്വൽ ട്രാൻസ്ഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ
വേറൊരാൾ ഇപ്പം ചെന്നൈയിൽ വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, നിങ്ങൾ ട്രിവാൻഡ്രത്താണുള്ളതെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ട്രിവാൻഡ്രത്ത് നിന്ന് ചെന്നൈയിലോട്ട് പോകണം, ആൾക്ക് ചെന്നൈയിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് വരണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മ്യൂച്വൽ ട്രാൻസ്ഫർ കൊടുക്കാം. അതിൽ ഇത്തരത്തിലുള്ള ടൈം പീരീഡോ ബൗണ്ട് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് സിംപ്ലി എന്ത് ചെയ്യാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ട്രാൻസ്ഫർ കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നാട്ടിലേക്ക് എപ്പോൾ വരാൻ പറ്റും എന്നുള്ള കാര്യം എന്ത് ചെയ്തു, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇനി ഈ RRB NTPC ആയി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് താഴെ പോസ്റ്റ് ചെയ്യുക. എനിക്ക് അറിയുന്നത് പോലെ ഞാൻ പറഞ്ഞുതരാം. മാത്രമല്ല നമ്മൾ ഈ സംശയങ്ങളെല്ലാം കൂടെ കമ്പൈൽ ചെയ്തൊരു വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ വീഡിയോയിലും എന്ത് ചെയ്യാം, ഞാൻ ആ സംശയങ്ങൾ ഉൾപ്പെടുത്താം. അപ്പോൾ മക്കളെ പറഞ്ഞത് മറക്കരുത്, ഇതെല്ലാം ഒരു കാൽക്കുലേറ്റഡ് റിസ്ക് ആണ്. ഇത് ഒരിക്കലും കട്ട് ആൻഡ് ഷോർട്ട് ആയിട്ട് വളരെ ക്രിസ്പായിട്ട് ഇന്നടത്ത് അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നും. ഇത് വളരെ എന്താ പറയുക, മിക്സഡ് ആയിട്ട് കിടക്കുന്ന പല അനാലിസിസിലൂടെ നമുക്കൊരു ഇങ്ങനെ ആയാൽ നന്നായിരിക്കും അല്ലേ കാലാവസ്ഥ മറ്റേ നിരീക്ഷകർ പറയുന്ന പോലെ മഴ പെയ്യാൻ സാധ്യതയുണ്ട് അത്രേ, ബാംഗ്ലൂരിലാണത്രേ കട്ട് ഓഫ് പറയാൻ സാധ്യത അത്രേ എന്ന് പറഞ്ഞ് നമുക്ക് ചെയ്യാനേ പറ്റുള്ളൂ എന്നുള്ള സത്യം എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ഷമയോടെ കണ്ടിരുന്നതിന് കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമിക്സ്. ഹാവ് എ നൈസ് ഡേ.